إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കച്ചവടക്കാരൻ കച്ചവടത്തിൻ്റെ സീസൺ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ പദ്ധതികളും മുന്നൊരുക്കങ്ങളും നടത്താറുണ്ട് എന്നത് നമുക്കേവർക്കും പരിചയമുള്ള കാര്യമാണ്. ആ മുന്നൊരുക്കമാണ് ആ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കച്ചവടത്തിലുള്ള വിജയത്തിൻ്റെ നിദാനം എന്നുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയാണോ സാധനങ്ങൾ വാങ്ങേണ്ടത് എന്ന് ലിസ്റ്റ് ചെയ്യുകയും പർച്ചേസിങ്ങിനുള്ള സ്ഥലങ്ങൾ തീരുമാനിക്കുകയും യാത്രക്കുള്ള ടിക്കറ്റ് ആദ്യം തന്നെ ബുക്ക് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ ഒരു മനുഷ്യൻ അവൻ്റെ കച്ചവടത്തിൽ വിജയിക്കാൻ വേണ്ടി അവൻ എടുക്കുന്ന മുന്നൊരുക്കവും തീരുമാനവുമാണ് ഇത് എന്നതാണ്. മാസങ്ങൾക്കും ചിലപ്പോൾ 2-3 മാസങ്ങൾക്ക് മുമ്പൊക്കെ അതിന് തീരുമാനമെടുത്ത് പ്ലാനിങ് ചെയ്ത് ആളുകളൊക്കെ കൂടിയിരുന്നു കൊണ്ടാണ് അങ്ങനെ ഒരു ലാഭത്തിലേക്ക്, ഒരു വിജയത്തിലേക്ക് എത്താറുള്ളത് എന്നതാണ് വാസ്തവം. ഇങ്ങനെ ഏതു മേഖല പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ആ മേഖലകളിലൊക്കെ തിളങ്ങിയ ആളുകൾ, അവർക്ക് പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു, മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു, പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഒന്ന് ചിന്തിക്കേണ്ടത്, നശ്വരമായ ദുനിയാവിലെ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ കൃത്യമായ പ്ലാനിങ്ങും പദ്ധതിയും വേണമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്. എന്നാൽ ആഖിറത്തിനു വേണ്ടി അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്, അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കം നമ്മളിൽ നിന്ന് ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പലപ്പോഴും നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മുടെ ആ ഓട്ടം ആഖിറത്തിനു വേണ്ടി ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിന് ഓടുന്ന ഓട്ടം അത് നൈമിഷികമായ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തീരുന്ന ദുനിയാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമയത്തിൻ്റെ അധികവും നമ്മൾ ചെലവഴിക്കുന്നത്. എന്നാൽ എന്നെന്നും ജീവിക്കേണ്ട നമ്മുടെ പാർപ്പിടവും നമ്മുടെ ജീവിതവും എന്നെന്നും ആഖിറത്താണ് എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തിയ ആ ഒരു ആഖിറത്തിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ, പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റമളാൻ പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ, റമളാൻ പടിവാതിൽക്കൽ വന്ന് നമ്മെ മുട്ടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എന്താണ് ആ റമളാനിനു വേണ്ടി ഒരുക്കമായി നമ്മൾ തയ്യാറെടുത്തിട്ടുള്ളത് എന്നാണ്. എന്ത് ഒരുക്കമാണ് ആ റമളാനിന് മുമ്പ് ഞാനും നിങ്ങളും എന്തു പദ്ധതികളാണ്
ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാണ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മോട് ആരും പറയേണ്ടതില്ല, ഇങ്ങനെ പദ്ധതികൾ നടത്തിയാൽ മാത്രമേ നീ വിജയിക്കുകയുള്ളൂ എന്ന് പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ആഖിറത്തിന്റെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അശ്രദ്ധരാകുന്നു എന്നതാണ് വസ്തുത. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യാ ഖൗമി, ഓ സമൂഹമേ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാഉൻ, ദുനിയാവ് എന്നത് മതാആണ്, അത് വിനോദമാണ്, അത് താൽക്കാലിക വിഭവം മാത്രമാണ്. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ആഖിറത്താണ് നിങ്ങൾ എന്നെന്നും ജീവിക്കേണ്ട നിങ്ങളുടെ താമസ സ്ഥലം, അത് ആഖിറത്താണ് എന്നാണ്. സൂറത്തുൽ അഅലയിലെ 16-17 ആയത്തുകളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കുന്നത് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ മുൻഗണന നൽകുന്നത് ആഖിറത്തിന്റെ ജീവിതത്തിലേക്കാണ്, നിങ്ങൾ മുൻഗണന നൽകുന്നത് ദുനിയാവിലെ ജീവിതത്തിനാണ്. പക്ഷെ നിങ്ങൾ മുൻഗണന നൽകേണ്ടത് വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ആഖിറത്താണ് ഏറ്റവും ഖൈറായത്, എപ്പോഴും നിലനിൽക്കുന്നത് ആഖിറത്താണ് എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, റമളാൻ അടുത്തെത്തി നിൽക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടില്ല എങ്കിൽ അവിശ്വാസികളുടെ സ്വഭാവമാണ് നമ്മളിൽ ഓരോരുത്തരിലും കടന്നുകൂടിയിട്ടുള്ളത് എന്നാണ് തിരിച്ചറിയേണ്ടത്. സൂറത്തുൽ ബഖറയിലെ 86-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഉലൈകല്ലദീന ഇഷ്തറവുൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, അവിശ്വാസികളുണ്ടല്ലോ, അവർ ചെയ്യുന്നത്, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദുനിയാവിന് വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്തുന്നവരാണവർ. ദുനിയാവിന് വേണ്ടി അവരുടെ ആഖിറത്തിന്റെ കാര്യങ്ങൾ മുടക്കം വരുത്തുന്നവരാണ് അവിശ്വാസികൾ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവിശ്വാസികളുടെ സ്വഭാവമായി പറയുന്നത്. ദുനിയാവിലെ കാര്യങ്ങൾ ആഖിറത്തിലെ തീരുമാനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിശ്വാസികളുടെ സ്വഭാവം നമ്മിലും വന്നു ചേർന്നിട്ടുണ്ട് എന്നതാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം, ഏതൊരു നന്മയും അവരിലേക്ക് വന്നെത്തുമ്പോൾ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, അവർ നന്മകളിൽ മുന്നേറുന്നവരാണ്. ഒരു നന്മ അവരിലേക്ക് എത്തുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പദ്ധതികൾ ഒരുക്കുന്നവരാണ്, അതിന് പദ്ധതികൾ ആവിഷ്കരിക്കുന്നവരാണ് അവർ എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം വൈകിയിട്ടുണ്ട് എന്നറിയാം, എന്നാലും ഇതുവരെ ഒരുങ്ങാത്ത ആളുകൾ പൂർണ്ണമായും ഒരുങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ ഒരു കല്യാണത്തിന് വേണ്ടി നമ്മൾ മാസങ്ങൾക്കും അതല്ല വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുങ്ങാറുണ്ട്. എന്നാൽ നമ്മുടെ ആഖിറത്തിന്, നമ്മുടെ ഖബറിന്റെ ജീവിതത്തിന് വേണ്ടി, നമ്മൾ എന്നെന്നും പാർക്കേണ്ട ആ ഇടത്തിന് ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നത് തീർച്ചയാണ്. ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമതായി, റമളാനിലേക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യമായി നമ്മൾ ശരിപ്പെടുത്തേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. തൗഹീദാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം എന്നുള്ളത്. ആ വിശ്വാസത്തിൽ യാതൊരു കറയും പുരളാത്ത രൂപത്തിലായിരിക്കണം അവൻ അള്ളാഹുവിന്റെ വിഷയത്തിൽ വിശ്വസിക്കേണ്ടത് എന്നതാണ്. അടിത്തറ ഇല്ലാതെ ആരും വീട് നിർമ്മിക്കാറില്ല. അങ്ങനെ നിർമ്മിച്ചാൽ തന്നെ ആ വീട് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഓട്ടയുള്ള പാത്രത്തിലേക്ക് എത്ര തന്നെ വെള്ളം നിറച്ചാലും ആ വെള്ളം നിറയാത്തതുപോലെ ആയിരിക്കും തൗഹീദില്ലാത്ത ഒരു മനുഷ്യൻ എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്താലും. 30 ദിവസം കഷ്ടപ്പെട്ടുകൊണ്ട് രാത്രി നിസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടി എല്ലാം ഒഴിവാക്കിയാലും ശരി, വിശ്വാസമില്ലേ, ഒരിക്കലും അവന്റെ ആ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിസ്കാരം സ്വീകരിക്കപ്പെടണോ, തൗഹീദ് ആവശ്യമാണ്. നോമ്പ് സ്വീകരിക്കപ്പെടണോ, തൗഹീദ് ആവശ്യമാണ്. സകാത്ത് സ്വീകരിക്കപ്പെടണോ, തൗഹീദ് ആവശ്യമാണ്. സ്വതക്ക സ്വീകരിക്കപ്പെടണോ, തൗഹീദ് ആവശ്യമാണ്. എന്തിനേറെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഹജ്ജിന് പോകുന്നു. ആ ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിലും തൗഹീദ് ആവശ്യമാണ് എന്നതാണ്. അതുകൊണ്ട് ആ തൗഹീദിന്റെ മഹത്വം, ആ തൗഹീദിന്റെ പോരിശ, അതിന്റെ മഹാത്മ്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായ ആളുകൾ തന്നെ അശ്രദ്ധയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അത് അങ്ങനെ മനസ്സിലാകാതെ പോയത്, ആ തൗഹീദിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരാത്തത് ചരിത്രങ്ങൾ വായിക്കാത്തത് കൊണ്ടാണ്, ചരിത്രങ്ങൾ വിസ്മരിച്ചത് കൊണ്ടാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് ലഭിച്ച തൗഹീദ് ഉണ്ടല്ലോ, അത് നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് ലഭിച്ചിട്ടില്ല, പ്രവാചകന്റെ കുടുംബക്കാരന് ലഭിച്ചിട്ടില്ല, ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് ലഭിച്ചിട്ടില്ല, ആസിയ ബീവിയുടെ ഭർത്താവിന് ലഭിക്കാത്ത തൗഹീദ് എന്ന മഹാ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്കൊന്നും ലഭിക്കാത്ത അള്ളാഹു മനുഷ്യനെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ സൃഷ്ടിച്ചത്, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ
നമ്മെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അത് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തൗഹീദുള്ള ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ കൽപ്പന നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, ഒന്നാമത്തെ കൽപ്പന വിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദ് എന്നത് പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലാക്കിയ ആളുകൾക്ക് തന്നെ തർക്കിക്കാനുള്ള ഒരു വകയായിട്ടാണ് പലപ്പോഴും പല ആളുകളും കാണുന്നത് എന്നാണ്. എന്നാൽ അതിലുപരി, തർക്കത്തിലുപരി ഹൃദയങ്ങൾക്കുള്ള ശമനമാകേണ്ടതുണ്ട് തൗഹീദ് എന്നുള്ളതാണ്. മനസ്സിനുള്ള ആശ്വാസമാകേണ്ടതുണ്ട് തൗഹീദ് എന്നുള്ളതാണ്. പ്രയാസങ്ങളിലെ കൂട്ടുകാരനായി തൗഹീദ് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാൻ പോകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് പോലും ഇബ്രാഹിം നബി വളരെ സമാധാനത്തോടു കൂടിയായിരുന്നു ആ ഒരു രംഗം വീക്ഷിക്കുന്നത് എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ആ നാട്ടിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും വലിയ തീക്കുണ്ടാരം ഒരുക്കുന്നു. എന്നിട്ടും ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ഒരു ഇളക്കം, ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇറക്കി വെക്കുന്നു, ഇബ്രാഹിം നബി സംരക്ഷിക്കപ്പെടുന്നു. ആ സംരക്ഷിക്കപ്പെടുന്ന രംഗം ശത്രുക്കൾ കാണുന്നു. എന്തിനേറെ ഇബ്രാഹിം നബിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഇബ്രാഹിം നബിയുടെ ഉപ്പ, ഇബ്രാഹിം നബിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയ ഇബ്രാഹിം നബിയുടെ ഉപ്പ പോലും പറഞ്ഞില്ലേ, നിഅമ റബ്ബു റബ്ബു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബ് എത്ര നല്ല റബ്ബാണ് എന്ന് ഉപ്പ പോലും പറയുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനായി തൗഹീദ് മാറേണ്ടതുണ്ട്, ഏകാന്തതയിലെ ഉറ്റമിത്രമായി തൗഹീദ് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഹിജ്റയുടെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ആരും കാണാതെ, ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ഹിജ്റ പോകുമ്പോൾ കാണാനിടയുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലെ പിടിക്കപ്പെട്ടത് തന്നെ ആ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ ളന്നുക യാ അബാ ബക്രിൻ അല്ലാഹു സാലിസുഹുമ, അബൂബക്കറെ നമ്മൾ രണ്ടുപേരും ഇവിടെയുണ്ട്, എന്നാൽ മൂന്നാമതായി അള്ളാഹു ഉണ്ടാകുമ്പോൾ എന്തിനാണ് അബൂബക്കറെ ഒരു പേടി എന്നത് തൗഹീദിന്റെ ധ്വനിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് തൗഹീദ് അപ്രകാരമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മനസ്സിന് ശാന്തി നൽകുന്നതാണോ തൗഹീദ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ജീവിതം തകിടം മറിയുമ്പോൾ, ഡിപ്രഷനിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ, കടം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അല്ലാ എന്ന പേര്, അല്ലാ എന്ന നാമം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒരു സമാധാനം നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥ തൗഹീദ് എന്നുള്ളത്, അതാണ് സമാധാനമേകുന്ന തൗഹീദ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവുമായിട്ടുള്ള അങ്ങേറ്റത്തെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കേണ്ടതുണ്ട്, ആ നാമങ്ങളുടെ തേട്ടങ്ങൾ അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അള്ളാഹുവുമായിട്ട് അതീവമായ ഒരു ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമതായി, റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ പൂർണ്ണമായ തൗബയുടെ യാത്രയിലൂടെ ആയിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടത്. എല്ലാം ഏറ്റുപറയണം. അള്ളാഹുവെ, ചെയ്തു പോയിട്ടുണ്ട് പല തിന്മകളും, പല ആളുകളെയും വഞ്ചിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പൂർണ്ണമായ തൗബ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വതൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങൾ എല്ലാ ആളുകളും പൂർണ്ണമായും അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ ചെയ്യുക. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ്. ആഖിറത്തിലും ദുനിയാവിലും വിജയം വേണോ? നമ്മൾ ചെയ്ത തിന്മകൾ ഒരുപാടാണ്, നമ്മൾ ചെയ്ത തിന്മകൾ അഗണ്യമാണ്. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തിന്മകളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. നിസ്കാരത്തിന് ശേഷം നമ്മൾ ആദ്യമായി ചൊല്ലുന്ന ദിക്ർ അസ്തഗ്ഫിറുല്ലാ എന്നതാണ്. എന്തുകൊണ്ടാണ്? ആ നിസ്കാരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ആ നിസ്കാരത്തിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായ തൗബ
നമ്മൾ ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഗാമിദ് ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. റസൂലേ, ഞാൻ നശിച്ചു പോയിട്ടുണ്ട് റസൂലേ, ഞാൻ തിന്മ ചെയ്തിട്ടുണ്ട് റസൂലേ, ഞാൻ സിനയിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലിന്റെ അടുക്കൽ വന്ന് പറയുകയും റസൂൽ മടക്കി അയക്കുകയാണ്. വീണ്ടും ആ സ്ത്രീ വരുന്നു. ആ സമയത്ത് വീണ്ടും തറപ്പിച്ചു പറയുന്നു, റസൂലേ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ ശിക്ഷിക്കണം, ശിക്ഷക്ക് വിധേയമാക്കണം. ആ സമയത്ത് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. അങ്ങനെ റസൂൽ പറയുന്നു, അടുത്ത പ്രാവശ്യം കുഞ്ഞുമായി വരിക എന്ന് പറയുന്നു. ചെറിയ കുഞ്ഞാണ്, കൈക്കുഞ്ഞുമായി ആ സ്ത്രീ റസൂലിന്റെ അടുക്കലേക്ക് വരുന്നു. അടുത്ത വർഷം റസൂൽ തിരിച്ചയക്കുന്നു. ആ കുട്ടിക്ക് തിന്നാൻ പറ്റുന്ന കോലത്തിലാകുമ്പോൾ ആ കുട്ടിയുമായി വരിക എന്ന് പറയുന്നു. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞ് കുട്ടിക്ക് തിന്നാൻ പറ്റുന്ന രൂപത്തിലാകുമ്പോൾ ആ കുട്ടിയെയും കൊണ്ട് ആ സ്ത്രീ വരികയാണ്. കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണമുണ്ട്, ആ കുട്ടിക്ക് തിന്നാൻ സാധിക്കും എന്ന് റസൂലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. എന്നിട്ട് ആ കുഞ്ഞിനെ അവിടെയുള്ള സ്വഹാബാക്കളുടെ കൂട്ടത്തിലേക്ക് ഒരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും എന്നിട്ട് ആ സ്ത്രീ പറയുന്നത്, റസൂൽ, എന്നെ ശിക്ഷിക്കണം, ഞാൻ ചെയ്തത് വലിയ തിന്മയാണ്, ഒരിക്കലും ആഖിറത്തിലേക്ക് ഈ ശിക്ഷ, എനിക്ക് ആഖിറത്തിലുള്ള ശിക്ഷ എനിക്കൊരിക്കലും സാധിക്കുകയില്ല, അതിനെ തടയാൻ സാധിക്കുകയില്ല, അതെനിക്കൊരിക്കലും സാധിക്കുന്നതിനും അപ്പുറമാണ് എന്ന് പറയുകയും ശിക്ഷക്ക് വിധേയമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ ശിക്ഷക്ക് വിധേയമാക്കുന്ന രംഗം ചരിത്രം സൂചിപ്പിക്കുന്നത് ആ സ്ത്രീയെ ഒരു കുഴി കുത്തുകയും ആ കുഴിയിൽ ആ സ്ത്രീയെ നിർത്തുകയും ഓരോ ആളുകളും കല്ലെറിയുകയാണ്. കല്ലെറിഞ്ഞുകൊണ്ടാണ് വ്യഭിചരിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയായി ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെ ഓരോ ആളുകളും കല്ലെറിയുകയും ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു കല്ലെറിഞ്ഞ സന്ദർഭത്തിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നുമുള്ള ചോര ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് പതിയുകയാണ്. ആ സമയത്ത് ഫസബ്ബഹ ഖാലിദ് ചീത്ത പറയുന്നു ആ സ്ത്രീയെ. ആ സന്ദർഭത്തിലാണ് റസൂൽ പറയുന്നത്, മഹ്ലൻ യാ ഖാലിദ്, ഓ ഖാലിദേ, നീ സാവകാശമാക്ക്, ചീത്ത പറയല്ലേ ഖാലിദ്, ലഖദ് താബഹ തൗബ, അവൾ ചെയ്തത് വല്ലാത്തൊരു തൗബയാണ് ഖാലിദ്, അതുകൊണ്ട് നീ ചീത്ത പറയല്ലേ എന്നായിരുന്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞു കൊടുത്തത് എന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി രാവിന്റെ അന്ത്യയാമങ്ങളിൽ ആരും കാണാതിരിക്കുമ്പോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി അപേക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമതായി റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ വന്നെത്തിക്കഴിഞ്ഞാൽ ശഅബാൻ ആകുന്ന രംഗത്ത് റസൂൽ പറയാറുണ്ടായിരുന്നു സ്വഹാബാക്കളോട്, ഹാദാ ഷഹ്റു റമളാൻ, ഇത് റമളാൻ മാസമാണ്, ഖദ് ജാഅകും, നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, ഫീഹി തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമാണ്, വതുഗ്ലഖു അബ്വാബുൻ നാർ, നരകത്തിലെ വാതിലുകൾ അടക്കപ്പെടുന്ന മാസമാണ്, വതുസഫദു ശയാതീൻ, പിശാചുക്കളെല്ലാം ബന്ധിതരാകുന്ന മാസമാണ് എന്ന് സ്വഹാബാക്കളെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യമായി മനസ്സിലാക്കേണ്ടത്, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, നമ്മുടെ മേൽ വാജിബായ നിർബന്ധമായ ഒരു വിഷയമാണ് നോമ്പ് എന്നതാണ്. ഖേദകരമെന്ന് പറയട്ടെ, എത്ര യുവാക്കളാണ്, എത്ര മുസ്ലിമീങ്ങളാണ് ഒരു കാരണവുമില്ലാതെ നോമ്പൊഴിവാക്കുന്നത് എന്നോർക്കുമ്പോൾ സത്യത്തിൽ അവർ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുന്നുണ്ട്. ആ സമൂഹത്തിന്റെ രംഗം ഹദീസുകളിൽ വിശദീകരിക്കപ്പെടുന്നത്, അവരുടെ കാല് കെട്ടിത്തൂക്കിയിട്ടുണ്ട്, കാല് കുളത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് അവരുടെ ചിരി പൊളിച്ചു മാറ്റിക്കൊണ്ട് ചിരിയിൽ നിന്ന് ചോര വരുമാറുള്ള ഒരു ശിക്ഷയാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം ആ ശിക്ഷയുടെ രംഗം. ആ സന്ദർഭത്തിൽ റസൂൽ മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവർ ചെയ്ത ശിക്ഷ, എന്താണ് ഇവർ ചെയ്തു കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അവരോട് റസൂലിനോട് മലക്കുകൾ പറഞ്ഞു വെക്കുന്നത്, യുഫ്തിറൂന ഖബ്ല തഹില്ലത സൗമിഹിം, അവർ നോമ്പ് അകാരണമായി ഒരു കാരണവുമില്ലാതെ നോമ്പൊഴിവാക്കുന്നവരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് വളരെ വലിയ സൂക്ഷ്മത നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അതല്ല എങ്കിൽ വലിയ ശിക്ഷക്ക് നമ്മൾ ഓരോരുത്തരും പാത്രരാകും എന്നാണ് ഓർമ്മിച്ചു വെക്കേണ്ടത്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, ഒരു വ്യഭിചാരം ചെയ്യുന്നവരെക്കാളും വളരെ മോശമായ ആളാണ് ഒരു കാരണവുമില്ലാതെ നോമ്പൊഴിവാക്കുന്നവൻ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് നോമ്പ് നിർബന്ധമായ ആരൊക്കെയുണ്ടോ അവർക്ക് നിർബന്ധമായും നോമ്പെടുക്കേണ്ടതുണ്ട്. ആ നോമ്പിലൂടെ നമ്മുടെ ജീവിതം അത് എത്ര തന്നെ മോശമായ ജീവിതമായാലും ഏറ്റവും നല്ല ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് റമളാൻ എന്ന ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആദ്യമായി നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തേണ്ടത്, റമളാനിന്റെ ആദ്യത്തെ മഗ്രിബ്
ആദ്യത്തെ ആ നിസ്കാരത്തിന്റെ സമയം നമ്മൾ ആലോചിക്കേണ്ടത് സ്വർഗത്തിലും നരകത്തിലും നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്നു എന്ന ഒറ്റ ഫളീലത്ത് തന്നെ, എന്ന ഒറ്റ ഒരു ശ്രേഷ്ഠത തന്നെ ആ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് മതിയായതാണ് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു വെക്കുന്നത് വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുന്നേറണം. വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ഭൂമികളോളം ആകാശങ്ങൾക്കുപരി വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ മുന്നേറുക. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് മുത്തഖീങ്ങൾക്കാണ് എന്നതാണ്. പലപ്പോഴും സ്വർഗമെന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും യാതൊരു അനുഭൂതിയും ആ സ്വർഗത്തിലേക്ക് കടക്കണം, ആ സ്വർഗത്തിൽ ജീവിക്കണം, ആ സ്വർഗത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും ഉൾക്കൊള്ളണം എന്ന യാതൊരു ചിന്തയും പല ആളുകളുടെയും മനസ്സിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ചരിത്രത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ, സ്വഹാബാക്കളുടെ ജീവിതം ഒന്ന് മറിച്ചു നോക്കിയാൽ, അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗമെന്ന് കേട്ടുകഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെപ്പറ്റി തന്നെ, അവരുടെ ശരീരത്തെപ്പറ്റി തന്നെ അവർ ആലോചിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം നടക്കുന്ന തലേന്ന് രാത്രി ഉപ്പയും മകനും തമ്മിൽ നടക്കുന്ന ഒരു തർക്കമുണ്ട്. ആ സമയത്ത് ഉപ്പ മകനോട് പറയുകയാണ്, നമ്മളിൽ ഒരാൾ ഇവിടെ താമസിക്കണം, വീട്ടിൽ ഒരാൾ എന്തായാലും നിൽക്കണം, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോകാം എന്ന് ഉപ്പ പറഞ്ഞപ്പോൾ മകൻ ഉപ്പയോട് പറയുന്ന രംഗമുണ്ട്. പറയുന്നത് ലൗ കാന ഗൈറൽ ജന്ന, ഉപ്പ സ്വർഗത്തിന്റെ വിഷയത്തിലല്ലായിരുന്നെങ്കിൽ ലആസർതുക, ഞാൻ താങ്കളെ മുന്തിക്കുമായിരുന്നു, താങ്കളോട് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു, ഇന്നി അർജു അശ്ശഹാദത ഫീ വജ്ഹി ഹാദാ, ആ യുദ്ധത്തിൽ ചെന്നുകൊണ്ട് എനിക്ക് ഷഹീദാകണം, എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കണം. അങ്ങനെ ഉപ്പയും മകനും തർക്കം നടക്കുന്നു. അവസാനം അവർക്കിടയിൽ നറുക്കിടുന്നു. ആ നറുക്ക് ലഭിക്കുന്നത് മകനാണ് എന്നാണ്. മകൻ യുദ്ധത്തിന് ചെല്ലുകയും ആ യുദ്ധത്തിൽ മകൻ മരണപ്പെടുകയും ഷഹീദാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ആ മകൻ പറയുന്നത്, സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത്, സ്വർഗത്തിനല്ലായിരുന്നെങ്കിൽ ഉപ്പ ഞാൻ തയ്യാറാകുമായിരുന്നു എന്നതാണ്. അതായിരുന്നു സ്വഹാബാക്കൾ സ്വപ്നം കണ്ട സ്വർഗം എന്നതാണ്. എന്തിനേറെ ബദർ യുദ്ധത്തിൽ ആ യുദ്ധം കാണാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയ കുട്ടി, ഹാരിസ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി യുദ്ധത്തിന്റെ ആദ്യ രംഗത്ത് തന്നെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് അമ്പ് കയറുകയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ആ കുട്ടിയുടെ ഉമ്മ റസൂലിന്റെ അടുക്കൽ വന്ന് പറയുന്ന ചില രംഗമുണ്ട്. ഫഇൻ കാന ഫിൽ ജന്ന സബർതു, ആ കുട്ടി സ്വർഗത്തിലാണെങ്കിൽ, എൻ്റെ മകൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു കൊള്ളാം. വഇൻ കാന ഗൈറ ദാലിക്, ഇനി അതല്ല, സ്വർഗത്തിലല്ല എങ്കിൽ ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല റസൂലേ എന്നായിരുന്നു ആ ഉമ്മ പറഞ്ഞ മറുപടി എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുഞ്ഞ് എന്നത് ഉമ്മാക്ക് അങ്ങേയറ്റം സ്നേഹമുള്ള ലാളനയുള്ള ഒരാളാണ് ഉമ്മ എന്നത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. എന്നാൽ ആ ഉമ്മ പോലും പറയുന്നത്, മകൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം റസൂലേ എന്നായിരുന്നു മറുപടി എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം സ്വർഗത്തിനു വേണ്ടി മാറ്റിവെച്ചവരായിരുന്നു അവർ എന്നതാണ്. അതുകൊണ്ട് റമളാൻ നമ്മിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാൻ നമ്മൾ മുന്നേറേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമതായി, റമളാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതായി ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ എന്നതാണ്. ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഖുർആൻ കൃത്യമായി ഓതാൻ, പാരായണം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം. ഖുർആൻ ഇപ്പോഴും തെറ്റുകൂടാതെ ഓതാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. ഇത്രയും വർഷമായിട്ട് അള്ളാഹുവിൻ്റെ കലാം കൃത്യമായി പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സത്യത്തിൽ വളരെ വലിയ ഹതഭാഗ്യവാന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് ആലോചിക്കേണ്ടത്. രണ്ടാമതായി, ഒരു പ്രാവശ്യമെങ്കിലും ആ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ അർത്ഥം നമ്മൾ പാരായണം ചെയ്തിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മളും ഖുർആനിൻ്റെ വിഷയത്തിൽ ഖുർആൻ നമുക്കെതിരെ തിരിയുന്ന അവസ്ഥയുണ്ടാകുമെന്നതാണ്. അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്ന ഹദീസാണ്. ഒന്നുകിൽ ഖുർആൻ നിനക്കുള്ള തെളിവാണ്, അതല്ലെങ്കിൽ ഖുർആൻ നിനക്കെതിരെയുള്ള തെളിവാണ്. ഖുർആൻ നിനക്കെതിരെ സാക്ഷി പറയും, എന്നെ ഇവൻ ഓതിയിട്ടില്ല, ഇവൻ എന്നെ പരിഗണിച്ചിട്ടില്ല. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ ഖിയാമത്ത് നാളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ റസൂൽ പറയുന്നതാണ്, യാ ഖൗമി, ഇവർ എൻ്റെ സമൂഹം
അവർ ഈ ഖുർആനിനെ മഹ്ജൂറ, അവർ ഒഴിവാക്കിയിട്ടുണ്ട്, ഖുർആനിനെ അവർ തള്ളിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് പറയും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിലാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അമലാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത് നോമ്പിന്റെ വിഷയങ്ങളാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നത് വഇദാ സഅലക ഇബാദി, ഓ അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കളോട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തവരാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. ആ ആയത്തിന്റെ പദഘടന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റു ആയത്തുകളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ആ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വഇദാ സഅലക എന്ന് പറഞ്ഞു തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും 12ഓളം സ്ഥലങ്ങളിൽ വന്ന ആയത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ റസൂലെ താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് അള്ളാഹു അവിടെ ആയത്തിൽ പറയുന്നത് ഫഖുൽ, റസൂലെ താങ്കൾ പറയണം എന്ന് പല ആയത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പറഞ്ഞ ആയത്തിൽ ഫഖുൽ എന്ന് പോലും പറയാതെ ഞാൻ എൻ്റെ അടിമയോട് ഏറ്റവും അടുത്തവനാണ് എന്ന് അള്ളാഹു ഏറ്റെടുത്തു പറയുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ മാസമാണ് റമളാൻ എന്ന് ഓർമ്മയുണ്ടാകണം. നോമ്പുകാരൻ്റെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അശക്തനായ ഒരു മനുഷ്യനെ കുറിച്ച് റസൂൽ സഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയുമോ ആരാണ് അശക്തനായ ശക്തിയില്ലാത്ത വ്യക്തി എന്ന് ചോദിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് അൽ അഅ്ജസ്, അഅ്ജസായ അശക്തനായ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ അഅ്ജസ അനി ദുആ, പ്രാർത്ഥനയെ തൊട്ട് ഇരു കൈകളും അല്ലാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവൻ ആരാണോ അവനാണ് അശക്തൻ എന്നാണ് റസൂൽ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള അങ്ങേയറ്റത്തെ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് അത് പ്രാർത്ഥനയിലൂടെയാണ് എന്നതാണ്. അതോടൊപ്പം തന്നെ രാത്രി നിസ്കാരങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കേണ്ട ഒരു മാസമാണ് റമളാൻ മാസം എന്നത്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും റമളാൻ മാസം ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി അവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നു കഴിഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നതാണ്. അതുകൊണ്ട് ഒരു രാത്രി നിസ്കാരം പോലും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന പൂർണ്ണമായ നിയത്തോടു കൂടി ആയിരിക്കണം നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഇഅ്തികാഫിന്റെ വിഷയം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10-ൽ റസൂൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് അത് അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ഇഅ്തികാഫ് ഇരിക്കാൻ സാധിക്കുന്ന ആളുകൾ അതിന് നിയ്യത്ത് വെക്കേണ്ടതുണ്ട്, അതിന് മുന്നേറേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നന്മയിൽ മത്സരിക്കണം. ആ ഉപ്പയും മകനും മത്സരിച്ചതുപോലെ നമ്മുടെ വീടുകളിൽ, വീടിൻ്റെ അന്തരാളങ്ങളിൽ മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. എല്ലാവരും ഒപ്പം ഇരുന്ന് ഓതുന്ന ഒരവസ്ഥ വീട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ തെറ്റിപ്പോയ ബന്ധങ്ങൾ ഉണ്ടാകും, അതെല്ലാം തുന്നിച്ചേർക്കുന്ന അവസ്ഥ ഈ റമളാനിന് മുമ്പ് ഉണ്ടാകേണ്ടതുണ്ട്. ആരായിട്ടും നമ്മൾ തെറ്റിയിട്ടുണ്ട് എങ്കിൽ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പുണ്യമാക്കപ്പെട്ട റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത് നിന്നോട് ബന്ധം മുറിച്ചവനോടും നീ ബന്ധം ചേർക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തല്ല തെറ്റ് എന്നുറപ്പായിട്ട് പോലും നമുക്ക് ബന്ധം ചേർക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ റമളാനിലുണ്ട്. അതിലൊന്നാമത്തേതാണ് നമ്മുടെ നാവിനെ നമ്മൾ പിടിച്ചു വെക്കണം എന്നുള്ളത്. മോശമായ യാതൊരു സംസാരങ്ങളും റമളാനിന്റെ രാവുകളിലും പകലുകളിലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത് മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. ഒരാൾ ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാം പിടിച്ചു വെച്ചു, പക്ഷേ അവൻ്റെ നാവിനെ പിടിച്ചു വെച്ചില്ല, മോശമായത് സംസാരിക്കുന്നു, മോശമായത് പറയുന്നുവെങ്കിൽ അവൻ നോമ്പ് നോക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്നാണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം നമ്മുടെ സംസാരങ്ങൾ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. 4 ആളുകൾ കൂടുമ്പോൾ മറ്റുള്ള ആളുകളെക്കുറിച്ച് സംസാരിച്ച് അവനെ മോശമായി ചിത്രീകരിച്ച് അവനെ ഇകഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ
നമ്മൾ മനസ്സിലാക്കേണ്ടത് കഅബയിലേക്ക് നോക്കിക്കൊണ്ട് റസൂൽ പറയുന്ന വാക്കുണ്ട്, മാ അത്യബക് വ അത്യബ റീഹക്. ഓ കഅബ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, നിന്റെ ഗന്ധം അത് എന്തൊരു ഗന്ധമാണ്. മാ അഅലമക്, നീ എത്ര ഉന്നതി പ്രാപിച്ചതാണ്. വ അഅലമ ഹുർമതക്, നിന്റെ അഭിമാനം അത് എത്രയോ ഉന്നതമാണ്. എന്നിട്ട് റസൂൽ പറയുന്നത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലഹുർമതുൽ മുഅ്മിനി അഅലമു ഇൻദല്ലാഹി ഹുർമതൻ മിൻക. ഒരു മുഅ്മിനിന്റെ അഭിമാനം കഅബയേക്കാളും വലിയ അഭിമാനമാണ് ഒരു മുഅ്മിനിനുള്ളത് എന്നാണ്. അതുകൊണ്ട് ഒരാളെയും ഇകഴ്ത്താതെ, ഒരാളെയും ചെറുതാക്കി കാണാതെ വളരെ നല്ല രൂപത്തിലായിരിക്കണം റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ പരസ്പരം പെരുമാറേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫോണിൻ്റെ അമിതമായ ഉപയോഗം നമ്മുടെ റമളാനിൻ്റെ അമലു സ്വാലിഹാത്തുകൾക്ക് വലിയ ഭംഗം വരുത്തും എന്ന ഓർമ്മ കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ റമളാൻ എന്നത് ഭക്ഷണത്തെ പിടിച്ചു വെച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാസമാണ്. എന്നാൽ പല ആളുകളും ആ മാസം എന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ തീന്മേശയിലെത്തുകയും ഓരോന്നും വെറൈറ്റികളായി വരികയും അത് തിന്നാൻ വേണ്ടി മത്സരിക്കുന്ന ഒരവസ്ഥയാണ് റമളാനിൽ പലപ്പോഴും കാണാറുള്ളത് എന്നാണ്. എന്തിനേറെ ഇശാഇന്റെ സമയം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ റമളാനിന് വേണ്ടി തന്നെ അത്തരം സ്റ്റാളുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിശാചിന്റെ തന്ത്രമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. എത്ര യുവാക്കളാണ് പള്ളിയിൽ സമയം ചെലവഴിക്കേണ്ട സമയം ആ സന്ദർഭത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് അവിടെ കുശലം പറഞ്ഞുകൊണ്ട് സമയം കളയുകയും രാത്രി നിസ്കാരം ഒഴിവാക്കുകയും റമളാനിന്റെ ഹുർമത്ത് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതിനെയെല്ലാം കളഞ്ഞു കുളിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് വേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു അൽമേനിയയിലെ ഡോക്ടറും ഒരു മുസ്ലിമായ റിപ്പോർട്ടറും തമ്മിൽ ഒരു സംസാരം നടക്കുന്നുണ്ട്. ആ സംസാരത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾക്കറിയുമോ, മുസ്ലിമായ റിപ്പോർട്ടറോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയുമോ നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് എന്താണ് അപജയം സംഭവിച്ചത്, എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് ഉന്നതി പ്രാപിക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യത്തിന് ആ മുസ്ലിമായ റിപ്പോർട്ടർ പറയുന്ന ഉത്തരം ഹുവൽ ഇസ്ലാം, അത് ഇസ്ലാമാണ് എന്നായിരുന്നു ആ മുസ്ലിം റിപ്പോർട്ടർ പറഞ്ഞ ഉത്തരം. എന്നാൽ ആ സന്ദർഭത്തിൽ ആ അൽമേനിയയിലെ ഡോക്ടർ അദ്ദേഹം ആ റിപ്പോർട്ടറിലേക്ക് സംസാരിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് ആ മതിലിൽ എഴുതി വെച്ച ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മാ മലഅ ഇബ്നു ആദമ വിആഅൻ ശർറൻ മിൻ ബത്നിഹി, ഒരാൾ നിറക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ പാത്രമാണ് അവൻ്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അവന് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ റസൂലിൻ്റെ സുന്നത്ത് അവൻ്റെ മുതുക് നിർത്താൻ എത്ര ഭക്ഷണമാണോ വേണ്ടത് അത്ര മതി എന്നതാണ്. ഇനിയും കഴിക്കണം എന്നാണ് എങ്കിൽ ഒരു ഭാഗം ഭക്ഷണത്തിനും ഒരു ഭാഗം വെള്ളത്തിനും ഒരു ഭാഗം കാലിയാക്കി ഒഴിവാക്കണം എന്നതാണ് റസൂലിൻ്റെ സുന്നത്ത്. ആ ഹദീസ് പാരായണം ചെയ്യുകയും എന്നിട്ട് ആ ഡോക്ടർ ആ മനുഷ്യനോട്, ആ മുസ്ലിമായ റിപ്പോർട്ടറോട് പറയുന്ന വളരെ ചിന്തനീയമായ, ഓരോ മനുഷ്യന്മാരും ഓരോ മുസ്ലിമീങ്ങളും അവരുടെ മനസ്സിൽ കോർത്തു വെക്കേണ്ട വാചകമുണ്ട്. ലിൽ അസഫ്, വളരെ ഖേദകരമെന്ന് പറയട്ടെ, അന്ന ജസദ മുഹമ്മദിൻ ഇൻദകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം നിങ്ങളുടെ അടുക്കലാണ്, നിങ്ങളുടെ സംരക്ഷണത്തിലാണ്. വതആലിമുഹു ഇൻദന, പക്ഷേ റസൂൽ പഠിപ്പിച്ച പാഠങ്ങളുണ്ടല്ലോ അത് ഞങ്ങളാണ് പാലിക്കുന്നത് എന്നൊരു അവിശ്വാസിയായ മനുഷ്യൻ പറയുന്ന അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് എല്ലാ മേഖലയിലും റമളാൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കലും റമളാനിലൂടെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നാണ് പണ്ഡിതന്മാർ ചോദിച്ചു വെക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് വളരെ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി ആയിരിക്കണം നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. വ്യക്തിപരമായും വൈജ്ഞാനികപരമായും ആത്മീയപരമായും ആ റമളാനിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടതുണ്ട്. ഇത് നമുക്ക് കിട്ടുന്ന സുവർണാവസരമാണ്. അടുത്ത വർഷം റമളാൻ നമുക്കുണ്ടാകുമോ എന്നറിയില്ല. എന്തിനേറെ ഈ വർഷത്തെ റമളാനിലേക്ക് തന്നെ നമ്മൾ ആരെങ്കിലും പ്രവേശിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി നല്ല നീയത്തോടുകൂടി റമളാനിനെ വരവേൽക്കാൻ മുതിരണേ എന്നാണ് ഓരോരുത്തരെയും എന്നെയും ഓർമ്മപ്പെടുത്താനുള്ളത്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ
കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുപാട് വ്യാജമായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റമദാനായാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ത് കിട്ടിയാലും അത് പരിശോധിക്കാതെ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാകാതെ ഷെയർ ചെയ്യുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. അങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന എന്നാൽ ദുർബലമായ കെട്ടിച്ചമക്കപ്പെട്ട ഒരുപാട് ഹദീസുകളും ആ കൂട്ടത്തിലുണ്ട് എന്ന അവബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിലൊന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസാണ് സൂമു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, തസിഹു, നിങ്ങൾ ആരോഗ്യമുള്ളവരാകും എന്ന ഹദീസ്. അത് റസൂൽ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിൻ്റെ വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ സംഭവം ശരിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തൊരു കാര്യം റസൂലിൻ്റെ പേരിൽ പറയാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനം. രണ്ടാമതായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസ് അവ്വലു ഷഹ്രി റമദാന റഹ്മ, ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. വഔസതുഹു മഗ്ഫിറ, അതിൻ്റെ പകുതി, രണ്ടാം പകുതിയിലെ 10 അത് മഗ്ഫിറത്തിൻ്റെ 10ആണ്. അവസാനത്തെ 10 നരകമോചനത്തിൻ്റെ 10ആണ് എന്നതാണ്. ആ ഹദീസിനെ കുറിച്ച് ഇമാം ഉഖൈലി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ലാ അസ്ല ലഹു, ഒരു അടിസ്ഥാനവുമില്ലാത്ത ഹദീസാണ് എന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10, രണ്ടാമത്തേത് മഗ്ഫിറത്തിൻ്റേത്, മൂന്നാമത്തേത് നരകമോചനത്തിൻ്റെ 10 എന്ന് പറഞ്ഞിട്ടൊരു 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് എന്താണ് റസൂൽ പഠിപ്പിച്ചത്? ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ഷഹ്രി റമളാൻ, റമളാനിൻ്റെ ആദ്യത്തെ രാത്രി ആയിക്കഴിഞ്ഞാൽ തന്നെ അള്ളാഹു എല്ലാ രാത്രിയിലും അള്ളാഹു ഓരോ അടിമകളെയും മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവസാനത്തെ 10 മാത്രമല്ല നരകമോചനത്തിൻ്റെ 10, എല്ലാ 10ഉം നരകമോചനത്തിൻ്റെ 10ആണ്. എല്ലാ 10ഉം റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും 10ആണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ക്ലിപ്തപ്പെടുത്തി ഇന്ന 10 റഹ്മത്തിൻ്റെതും ഇന്ന 10 മഗ്ഫിറത്തിൻ്റെതും എന്നിങ്ങനെ വേർതിരിക്കുക എന്നത് റസൂൽ പഠിപ്പിക്കാത്ത വിഷയമാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഹദീസാണ് റജബ് ഷഹ്റുല്ലാ വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി. റജബ് എന്നത് അള്ളാന്റെ മാസമാണ്, ഷഅബാനി എന്നത് എൻ്റെ മാസമാണ്, റമളാനി എന്നത് എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഹദീസും ആ ഹദീസിനെ കുറിച്ച് ഇബ്നുൽ ജൗസി റഹിമഹുല്ല കെട്ടിച്ചമക്കപ്പെട്ട മൗളൂആയ ഹദീസാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം ഹദീസുകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ വളരെയേറെ സൂക്ഷ്മത ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷമൊക്കെ വ്യാപകമായി പ്രചരിച്ച ഒരു ഹദീസാണ് മൻ ബല്ലഗൻ നാസ ബിശഹ്രി റമദാൻ ഹറമഹു അലന്നാർ. ആരെങ്കിലും റമദാൻ മാസം വന്നെത്തിക്കഴിഞ്ഞു എന്ന ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ, എന്നൊരു വാർത്ത ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവനെ അള്ളാഹു നരകത്തെ തൊട്ട് സംരക്ഷിക്കും, അവൻ അള്ളാഹു നരകം ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസ്. അങ്ങനെ ഒരു ഹദീസ് ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടില്ല എന്നാണ്. ഒരു ഹദീസിലുമില്ല. അതും ഇതേ പ്രകാരം കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. അങ്ങനെ എളുപ്പത്തിൽ കയറി ചെല്ലാനുള്ളതല്ല സ്വർഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത്തരം ഹദീസുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ റസൂലിൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകളായി മാറും. റസൂലിൻ്റെ പേരിൽ കളവ് പറയുക എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വൻ പാപത്തിലാണ് പെടുക എന്ന് മാത്രമല്ല, നരകത്തിൽ അവനവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് ഹദീസിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ അവസാനമായി ഉണർത്താനുള്ളത്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗവാക്കാവാൻ, അതിൽ പങ്കെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിലാദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് മഗ്‌രിബിന് ശേഷം ഇവിടെ അഹ്ലൻ റമളാനിനെ സ്വീകരിക്കുക എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം, ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളെല്ലാം കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് തന്നെ ഈ ഒരു പള്ളിയിലേക്ക് അത് ശ്രവിക്കാൻ വേണ്ടി വരണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ റമളാനിൻ്റെ ഓരോ ദിനങ്ങളിലും വ്യത്യസ്തമായ അറിവിൻ്റെ സദസ്സുകളും ഈ പള്ളിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവസാനത്തെ 10-ൽ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പള്ളിയിൽ നടക്കുന്നുണ്ട്. ഇഅ്തികാഫ് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ ആളുകളുമായി ബന്ധപ്പെടാം. ഇഅ്തികാഫിൻ്റെ സമയത്ത് പ്രത്യേക ക്ലാസ്സുകളുണ്ട്. അങ്ങനെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു പറ്റം യുവാക്കളും അതോടൊപ്പം തന്നെ അവരെ സഹായിക്കാൻ മറ്റുള്ള പല ആളുകളും കൂടിയിട്ടാണ്
ഇതിൽ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ആളുകളൊക്കെ, ഈ പള്ളിയിലുള്ള ആളുകളൊക്കെ ഇതൊക്കെ ചെയ്തു വെക്കുന്നത് അത് നമുക്ക് ഒരിക്കലും, എനിക്ക് ആ ഒരു വാർത്ത ലഭിച്ചിട്ടില്ല, എനിക്ക് ദീൻ എത്തി തന്നിട്ടില്ല, എത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ നമുക്ക് യാതൊരു വകുപ്പുമില്ല എന്നുള്ളതാണ്. ഒരുപാട് അവസരങ്ങൾ ഈ പള്ളിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഈ പള്ളിയിലേക്ക് എത്തുകയും അതിൽ നിന്ന് ഉപകാരമെടുക്കുകയും ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു യുവാവായി, ഒരു മുഅ്മിനായി, ഒരു മുസ്ലിമായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ തണൽ, ഒരു തണലുമില്ലാത്ത അന്ന് അള്ളാഹുവിൻ്റെ തണൽ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടാകുമെന്നതാണ്. പള്ളിയുമായി ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ എപ്പോഴും പള്ളിയിൽ ഇരിക്കണം എന്നതല്ല, മറിച്ച് പള്ളിയെക്കുറിച്ച് ആലോചിക്കണം, പള്ളിയുടെ അവസ്ഥകളെക്കുറിച്ച് ആലോചിക്കുക, പള്ളിയുമായി ബന്ധപ്പെട്ട് എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ അടുക്കലിൽ നിന്നുള്ള ഒരു ഓഹരി പള്ളിക്ക് നമുക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ എത്രയോ വലുതാണ് എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, വ്യക്തി ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ പള്ളിയുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വരുന്ന റമളാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് പൂർണ്ണ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് യഥാവിധം സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമാക്കി അള്ളാഹു ഈ റമളാനിനെ മാറ്റുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.